ഉന്നത കുലജാതന്റെ വണ്ടിയുണ്ട്. ആ വണ്ടിയെപ്പറ്റി ഒരുത്തനും അന്വേഷിക്കാനോ ആ വണ്ടിയുടെ ഫർദർ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനോ ആരും തയ്യാറായിട്ടില്ല. അതിന്റെ കാരണം എന്താണ്? അവരൊക്കെ എന്തും ചെയ്താലും കുഴപ്പമില്ല, അവരൊക്കെ ഞങ്ങളുടെ അതേ മതത്തിലുള്ളവരാണ്. മമ്മൂട്ടി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു മുസ്ലിമാണല്ലോ. അപ്പം മുസൽമാനെതിരെ ഒരു അക്രമം അഴിച്ചു വിടുമ്പോൾ ഒരു ഹിന്ദുവായിട്ടുള്ള മോഹൻലാലിനെ കൂടെ കൂട്ടി പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ ഒന്നും മിണ്ടാതെ മോഹൻലാൽ ഇരിക്കുമ്പോൾ പല ആളുകളും പല ന്യായീകരണങ്ങളുമായിട്ട് വരുന്നുണ്ട്. എത്രയൊക്കെ മെഴുകാൻ ശ്രമിച്ചാലും മോഹൻലാൽ അവിടെ ഒരു നിശബ്ദത പാലിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തൊക്കെയോ ഒത്താശ ആരൊക്കെയോ പറഞ്ഞതിൻ്റെ പേരിൽ തന്നെയാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. കാരണം ഈ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുത്തത് ഈ പറയുന്ന സംഘിക്കുട്ടന്മാരുടെ കൂട്ടം തന്നെയായിരുന്നു. അപ്പോൾ ഈ മോഹൻലാലിന് വലിയ സ്വീകാര്യത കൊടുത്തതും സ്വീകരണം കൊടുത്തതുമെല്ലാം ഇതേ ആളുകൾ തന്നെയായിരുന്നു. അപ്പോൾ മോഹൻലാലിനെ ആർമിയുടെ കൂട്ടത്തിൽ കൊണ്ടുപോകുന്നു, രാജ്യത്ത് വലിയ ബഹുമതി കൊടുക്കുന്നു, ഭയങ്കര കാര്യങ്ങളൊക്കെയാണ്. അത് കിട്ടേണ്ടത് തന്നെയാണ്, അർഹനായിട്ടുള്ളൊരു മോഹൻലാൽ തന്നെയാണ്. അല്ലാന്ന് ഞാൻ പറയുന്നില്ല, അത് കള്ളത്തരത്തിൽ കൂടി ഉണ്ടാക്കിയതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ തൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അയാളോടൊപ്പം ചേർത്ത് പിടിക്കാതെ, അല്ലെ അയാളോടൊപ്പം നിൽക്കാതെ